ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നാണ് അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Nine of Wands, Four of Swords, Seven of Cups, Nine of Cups and the Moon. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവാം. പക്ഷേ എന്നിട്ടും ഇത് വിട്ട് കളയാതെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ ഒരു സൈലൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ രണ്ടുപേരും തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ തികച്ചും നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഇപ്പോൾ ചിലർ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഓവർകം ചെയ്തു വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥന, മാനിഫെസ്റ്റേഷൻസ്, ചിലവർ പൂജകൾ, എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം വിട്ടുപോകാതിരിക്കാനായിട്ട് അവരെക്കൊണ്ട് പറ്റുന്ന സകല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. പലരുടെ ഒപ്പീനിയൻസ് കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെ മാർഗ്ഗമുണ്ടോ അതെല്ലാം അതിനകത്ത് തുടർന്ന് പോയിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ പല മാർഗ്ഗങ്ങളും നോക്കി. പക്ഷേ എന്നിട്ടും വലിയൊരു രക്ഷയില്ല. എന്തൊക്കെ ചെയ്തിട്ടും വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയുള്ളൊരു വശം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ ഇത് വിട്ട് കളയാനും കഴിയുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ ഒരാൾ സ്റ്റിൽ ഇതിനകത്ത് വളരെ അമിതമായിട്ടുള്ളൊരു പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. രണ്ടുപേർക്കും പരസ്പരം കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് എന്താണ് എന്ന് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു എനർജി നമുക്കിവിടെ വളരെ കാര്യമായിട്ട് കാണാം. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയണമെന്നില്ല. അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഇവിടെ കൂടുതലായിട്ട് പ്രതീക്ഷിച്ച് ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു ഭയമായിരിക്കാം. കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഇപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് ഇത് പോകാൻ കഴിയാതെ നിൽക്കുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും വിചാരിച്ച പോലെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനും ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോഴും അമിതമായിട്ട് പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ മറ്റേയാൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഏത് രീതി, ഏത് മാർഗം എന്നുള്ള ആ ഒരു അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ കറൻലി നമുക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ നിന്ന്.
Ace of Cups, Nine of Swords, Knight of Swords, High Priestess, Knight of Cups, Page of Cups, the Moon, Four of Swords, Eight of Cups, Ten of Wands, the World, Five of Cups, Nine of Cups, King of Swords, Page of Pentacles, King of Cups ഒരു കാർഡ് കൂടി എടുത്തു നോക്കാം. ഓക്കെ, ഹൈറഫൻറ്റ്. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരത്തെ നമ്മൾ സിറ്റുവേഷൻ എടുത്തപ്പോൾ വന്നിട്ടുള്ള 3 എനർജീസും ഇതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഒരു ഫോർ ഓഫ് സോഡ്സ് എനർജി, മൂൺ എനർജി, അതുപോലെ തന്നെ 9 ഓഫ് കപ്സ് എനർജീസ് എല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഡബിൾ കൺഫർമേഷൻ കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നമ്മളിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന എനർജി തന്നെ ഈസ് ഓഫ് കപ്സ് എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് മാത്രമല്ല, നമുക്ക് ആ കപ്സിൻ്റെ എനർജീസ് വളരെ കാര്യമായിട്ട് ഈ ഒരു സ്പ്രെഡിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു സമയമായിട്ട് കാണാം. അല്ലെങ്കിൽ അത്രയധികം ഫീലിങ്സ് നിങ്ങളോടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. രണ്ടുപേരും രണ്ട് തരത്തിലാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അൺകണ്ടീഷണൽ ലവ് നഷ്ടപ്പെടരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം ഈ ഒരു വ്യക്തിയോട് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. നമ്മൾ സിറ്റുവേഷനിൽ പോലും കണ്ടതാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് ഈ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്രമാത്രം ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവോൾവ് ആയിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം നിലനിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സണിൽ നമുക്ക് കാണാം. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, തമ്മിൽ ഒന്നും അറിയാൻ പറ്റുന്നില്ല, കോമൺ ഫ്രണ്ട്സ് പോലും ഇല്ലാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും അവർ ഈ ഒരു സമയത്ത് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ മാത്രമായിരിക്കും ദുഃഖിച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഓവർ തിങ്കിങ് ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണും അല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വിഷമം ആ ഒരു വ്യക്തിയും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം നമുക്ക് അവിടെ ഒരു ഒരു ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാണാം. ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇതിനകത്തൊരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നൊരു സമയമായിരിക്കാം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളില്ലാതെ ആ ഒരു വ്യക്തി ഹാപ്പി അല്ല എന്നവർ നിങ്ങളോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇമോഷൻസ് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസും ലോജിക്കും ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് അഡിക്റ്റായി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷൻസിൻ്റെ പേരിൽ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഈ ഒരു പേഴ്സൺ ഇമോഷൻസ് ഹൈ ആണെന്നുണ്ടെങ്കിലും അത് ബാലൻസിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് കാണാം, ഈ ഒരു വ്യക്തി കുറച്ചും കൂടി നിങ്ങൾ ഡീപ്പായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ ചിലപ്പോൾ പുറമേ കാണുന്നത് പോലെയല്ല, അത് കുറച്ചും കൂടി ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയായിരിക്കാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിരിക്കാം, അത് നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അതായത് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു പുറംചട്ട കണ്ടതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് തീരുമാനിക്കരുതെന്ന് പറയുന്ന പോലെയുള്ളൊരു സംഗതിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സണെ കൂടുതലായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം.
എല്ലാം പുറമേ കാണുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം വളരെ എളുപ്പമാണല്ലോ ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോയാൽ എന്താണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പല എനർജീസിലും കാണാം അവരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് ആഗ്രഹമുള്ളതായിട്ട്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ ആ ഒരു ആങ്സൈറ്റി, ഫിയർ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കും സൈലൻ്റ് ആയിട്ട് പോകുന്നു. അവരുടെ ഇമോഷൻസ് പോലും അവർക്ക് പ്രോപ്പറായിട്ട് നിങ്ങളോട് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്തത് ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഭയമായിരിക്കാം. ആ ഒരു അൺസർട്ടനിറ്റി ആയിരിക്കാം. അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെരുമാറാൻ കഴിയാത്തതോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഇത്ര സ്നേഹം ഉണ്ടായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതോ അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അവർക്ക് ഇമോഷൻസ് ഉണ്ട് എന്ന് തന്നെ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ ഒരു ഷോർട്ട് ടേം പ്ലഷർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളോടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ പറയുന്നതാണ്. ചെറിയൊരു സന്തോഷം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാലദൈർഘ്യം കുറഞ്ഞുള്ള ഒരടുപ്പമല്ല ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരു ലോങ് ടേം ഗോളിലേക്കാണ് ഈ ഒരു പേഴ്സൺ ശ്രദ്ധിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷേ ഇപ്പോൾ നിങ്ങളോടൊന്ന് കണക്ട് ചെയ്താലും നോ കോൺടാക്റ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിലേക്കൊന്ന് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ പുറകിലേക്ക് മാറി നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം. കാരണം എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് ഈ ഒരു പേഴ്സൺ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഉള്ളതിനേക്കാളും വലിയൊരു തകർച്ചയിലേക്ക് പോയാലോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നേക്കുമായിട്ട് ഇത് മുന്നിലേക്ക് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നാലോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് അവർ ഒരു ലോങ് ടേം ഫ്യൂച്ചറാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലോങ് ടേം എന്നുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങളെക്കാൾ എന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഇമോഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഇമോഷൻസ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. കറൻറ്റ്ലി ഒരു പേഴ്സൺ ഹൈലി ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു ഹൈ പ്രഷർ പീരീഡിലൂടെ ആയിരിക്കാം ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു കണ്ണ് കെട്ടിവെച്ച് മുന്നോട്ട് പോകുന്നത് പോലെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ ആ ഒരു നഷ്ടബോധം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലോസ് ഫീലിംഗ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു പേഴ്സൺ വളരെ വിഷമിക്കുന്നുണ്ട്, മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്ന് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാണ്. നമ്മൾ സാധാരണയായിട്ട് പറയുന്ന പോലെ അവർ തന്നെ ഒരു കണ്ണ് കെട്ടി വെച്ച അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തപ്പിത്തടഞ്ഞു പോവാന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെയാണ് അവരുടെ ലൈഫ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവർക്ക് മുന്നിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരാനായിട്ട് കഴിയാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. നിങ്ങൾ ഈ ഒരു പേഴ്സണെ പുറമേയുള്ള ഒരു കാര്യങ്ങൾ കണ്ട് വിലയിരുത്തരുത്. അവർ ഒരുപാട് സഫറിങ്സ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നഷ്ടബോധമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പെയിൻ അവരും അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ ആ ഒരു ഹോപ്പാണ് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും അവർ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ലോങ് ടേമിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം ഫ്യൂച്ചർ വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവരിപ്പോൾ ഈ ഒരു വെയിറ്റിങ്ങിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇമോഷൻസിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഇമോഷൻസ് വരുമ്പോൾ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന, മൈൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതായത് കുറച്ച് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കേണ്ടുന്നൊരു സിറ്റുവേഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മളുടെ ഒരു മൈൻഡ് അപ്സെറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ പറഞ്ഞതുപോലെ ഇമോഷൻസിന് വേരിയേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റിപ്പോവാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിൻ്റെ പുറത്ത് ഒരു ആങ്സൈറ്റിയുടെ പുറത്തോ അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്തോ ഒക്കെ ചിലപ്പോൾ അമിതാവേശം കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചാടിക്കറി ചെയ്യാം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുതിരരുതെന്ന് അവർ പറയുന്നുണ്ട് നിങ്ങളോട്. അതായത് വളരെ ആലോചിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു കാര്യമാണ് അവരിവിടെ പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ആ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പം നമുക്കിവിടെ പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ് ഈ എനർജീസ് എല്ലാം കയറി വന്നിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇവർക്ക് നിങ്ങളോട് ഇമോഷൻസ് ഇല്ലാഞ്ഞിട്ട് എല്ലാവരും മിണ്ടാതിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമോഷൻസ് ഇല്ല എന്ന് നിങ്ങൾ ധരിക്കരുതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ബട്ട് ഈ ഒരു പേഴ്സൺ അത് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം റൊമാൻറ്റിക്കായിട്ട് ഇടപഴകിയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം.
ഇപ്പോൾ കറൻ്റ്ലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നാണ് ആ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെയും പറഞ്ഞാണ് അവരെ കുറച്ചും കൂടി നിങ്ങളെ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം. അതായത് ഇങ്ങനെയുള്ള ഒരു റൊമാൻറ്റിക് അപ്രോച്ചസ് കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് അവർ നിങ്ങളുടെ കണക്ഷന് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനായിട്ട് അവരിത് കാണുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്ന ലാസ്റ്റുള്ള എനർജി ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു പേഷ്യൻസ് എനർജി നമുക്ക് പലപ്പോഴായിട്ടും പല കാർഡ്സിനകത്തൊന്നും മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളും കൂടി ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുക. കുറച്ചും കൂടി ഒരു ഇമോഷൻസ് ഉള്ളതുപോലെ തന്നെ ലോജിക്കായിട്ടും കൂടി ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള പേഴ്സൺ തീർച്ചയായിട്ടും അവരെ മനസ്സിലാക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കും ഒരുപാട് ഈ ഒരു സാഹചര്യത്തിൽ സങ്കടമുണ്ടെന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളിതെല്ലാം ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇവരിൽ കാണുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹവും കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാനോ ആ ഒരു ഇമോഷൻസ് ഇല്ലാതെ പോകാനോ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു മെച്യൂർ തിങ്കിങ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് 2, 4, നമ്പർ 5, നമ്പർ 9, നമ്പർ 18 ആൻഡ് നമ്പർ 21. ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, ടോറസ്, ലിയോ, അക്വേറിയസ് ആൻഡ് ലിബ്ര. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷനായിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.